കൊടുത്തു. പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന ഭാവത്തില് ഉണ്ണിയാണ് കൊണ്ടുകൊടുത്തു. പുത്രികാധർമ്മമാശ്രിത്യ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കേൾക്കണം. അതിനാല് മനുവിന് ഈ ഉണ്ണിയെ കൊണ്ടുകൊടുത്ത മനു സന്തോഷമായി. മനുവിന് വളരെ സന്തോഷം. ഈശ്വരനെ കിട്ടിയെന്ന ഭാവത്തില ആ നിശ്ചയിച്ച കർമ്മം അതുപോലെ തന്നെ ചെയ്തു. മാത്രമല്ല ഈ പെൺകുട്ടിയെ രുചി എന്നെ സ്വന്തം മകളായി സ്വീകരിച്ചു എന്നാണ്. അങ്ങനെ പെൺകുട്ടി സ്വന്തം മകളായിട്ടും തൻ്റെ ഉണ്ണി അവിടെ മനുവിൻ്റെ പുത്രനായിട്ട്, പുത്രിയുടെ പുത്രനാണെങ്കിലും മനുവിന് കൊണ്ടു കൊടുക്കൊണ്ട് അങ്ങനെ തന്നെ അവിടെ ജീവിച്ചു എന്നാണ്. താം കാമയാനാം ഭഗവാനുവാഹയുഷാം പതി തുഷ്ടായന്തോഷമാവന്നോ ജനയദ്വാദശാത്മജാൻ. ഇവിടെ ഈശ്വരനെ ഭക്തിയോടുകൂടി സേവിച്ച് മറ്റു വിഷയത്തെ മുഴുവൻ വേണ്ടാന്ന് വെച്ച് നിങ്ങളെ യജ്ഞനായ ഈശ്വരൻ സർവമന്ത്രങ്ങൾക്കും യജ്ഞങ്ങൾക്കും സർവഫലത്തെയും കൊടുക്കുന്ന എല്ലാ കർമ്മങ്ങളും വേണ്ട പോലെ നിലനിർത്തി പരിപാലിക്കുന്ന ഭഗവാൻ ശ്രീഹരിയാണ് വാസ്തവം യജ്ഞനായിട്ട് വന്നത്. ആ ശ്രീഹരിയുടെ പത്നിയാണ് ഇവിടെ ദക്ഷിണയായിട്ട് വന്നത്. ഇങ്ങനെ ആ ദക്ഷിണാദേവിയെ തന്നെ ഈ ശ്രീഹരിയാകുന്ന യജ്ഞൻ വിവാഹം കഴിച്ചു. ഒന്നിച്ച് അവതരിച്ചാണെങ്കിലും ഉണ്ണി അവിടെ കൊണ്ടുകൊടുത്ത കാരണം ആ യജ്ഞൻ ഈ ദക്ഷിണയാകുന്ന ലക്ഷ്മീ ദേവിയെ തന്നെ സ്വീകരിച്ചു, വിവാഹം കഴിച്ച രംഗം. അങ്ങനെ സ്വപതി തന്നെയാണ്. ഭഗവാൻ തന്നെ ലക്ഷ്മിയും ശ്രീനാരായണമൂർത്തിയുമാണ് യജ്ഞനായിട്ടും ദക്ഷിണയായിട്ടും വന്നത്. അതും യജ്ഞനെ അച്ഛന് കൊണ്ടുകൊടുത്തു. പിന്നെ അവരെ യുവതീ-യുവാക്കളായ സമയത്ത് ഈ ലക്ഷണയെ യജ്ഞപ്രജാവ് തന്നെ വിവാഹം കഴിച്ചു. ഒന്നിച്ച ദാമ്പത്യം അനുഷ്ഠിച്ചു. അതിൽ അവർക്ക് 12 പുത്രന്മാരുണ്ടായിരുന്ന തുഷ്ടായന്തോഷമാവന്നോജനയദ്വാദശാത്മജൻ 12 പുത്രന്മാരുണ്ടായി അവർക്ക്. വാസ്തവം ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാല് ഇവിടെ ആ രുചി പ്രജാപതിയുടെ പുത്രനും പുത്രിയുമാണ് വാസ്തവം, ദക്ഷിണയും യജ്ഞനും. ഇവർ ഈശ്വരാവതാരമാണ്. ലൗകികമായി ചിന്തിക്കാനല്ല, സഹോദരിയും സഹോദരനും ആണെങ്കിലും ഈശ്വരാവതാരമാണ്. ദക്ഷിണയും യജ്ഞനും ഭഗവാനും ലക്ഷ്മിയും കൂടി അവതരിച്ചതാണ്. വന്നോട് കൂടിയിട്ട് അവരെ ഒന്നിച്ച് ജീവിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് ഭാഗവതം. തോഷ പ്രതോഷ സന്തോഷോ ഭദ്ര ശാന്തിരിഹസ്പതി യുദ്ധാ കവിർവിഭു സ്വന്ന സുദേവോ രോചനോ. ഇതാണ് 12 ആൺകുട്ടികള്. തോഷൻ, പ്രതോഷൻ, സന്തോഷൻ, ഭദ്രൻ, ശാന്തി, ഇടസ് തുടങ്ങിയുള്ള ആൺകുട്ടികള്. സുഷിതാനാമതേ ദേവാസൻ സ്വയംഭുവാന്തരെ മരീചിമിശ്രാശയോ യജ്ഞസുരഗണേശ്വര. സ്വയംഭുവമനുവിൻ്റെ പുത്രനാണ്. അപ്പൊ പുത്രി ഒരേ കാലത്ത് തന്നെ പുത്രനും പുത്രനായിട്ടുള്ള മകളപുത്രനായുള്ള യജ്ഞനെ സ്വീകരിച്ചു എന്ന് വർണ്ണിച്ചു. അങ്ങനെ അതിൽ തന്നെ മരീചി തുടങ്ങിയുള്ള ബ്രഹ്മദേവന്റെ പുത്രന്മാർക്ക് അവരൊക്കെ ഈ യജ്ഞന്റെ അംശം തന്നെ എന്ന ഭാവത്തിൽ അവരോട് കൂടിയിട്ട് ഇവിടെ ഭരണം നടത്തിയ രീതിയെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി സ്വയംഭൂമനു സുഖമായിട്ട് താമസിച്ച രംഗം. ഈ പുത്രന്മാരുണ്ട്. അതുപോലെ മറ്റുള്ള പ്രിയവദനം ഉത്താനപാദനെയും എല്ലാവരെയും കൂട്ടിയിട്ട് വേണ്ട പോലെ സുഖമായിട്ട് ജീവിച്ച രംഗ സന്തോഷത്തോടു കൂടി ജീവിതം അനുഷ്ഠിച്ചു. അതില് മനുവിനാണെങ്കിൽ പ്രിയവ്രതോത്താനപാദൗ മനുപുത്രോ മഹൗജസൗ തൽപുത്ര പൗത്രനപ്തॄണാം അനുവൃത്തന്തദന്തരം. പ്രിയവ്രതൻ ഉത്താനപാദൻ 2 പുത്രന്മാരും അനുവിന്. അവരാണെങ്കിൽ മഹാപരാക്രമശാലികളായിരുന്നു. മഹൗജസൗ തൽപുത്ര പൗത്രനം, അവരുടെ പൗത്രന്മാരെ തുടങ്ങിയ ആൾക്കാർ ഇങ്ങനെ മന്വന്തര കാലം മനു പുത്രന്മാരോടും പൗത്രന്മാരോടും കൂടി സുഖമായി സർവസമ്പൽ സമൃദ്ധിയെ പ്രാപിച്ച സുഖമായി ജീവിച്ച രംഗം.
ദേവഹൂതി മതാത്രാത തത്വമായ ആത്മജാമനു തത്സംബന്ധി ശ്രുതപ്രായം അവതാ ഗതതോ മമ. പിന്നെ രണ്ടാമത്തെ പെൺകുട്ടിയായ ദേവഹൂതിയെ മനു കർത്തവനാണ് കൊടുത്തത്. അങ്ങനെ ആ കർത്തവനോട് കൂടി സുഖമായി ജീവിച്ച് അവസാനം കപിലവാസുദേവന്റെ ഉപദേശം കേട്ട് അമ്മ ഭഗവാൻ എത്തിയ കഥ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് കാണിച്ചു. പിന്നെ മൂന്നാമത്തെ പെൺകുട്ടിയാണ് പ്രസൂതി. ദക്ഷായ ബ്രഹ്മപുത്രായ